നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അടുത്ത വീട്ടിലെ വൈഫൈ നമ്മുടെ വീട്ടിൽ വേറൊരു പേരിൽ അറിയപ്പെടും. ചുമ്മാ പവർ സപ്ലൈ മാത്രം കൊടുത്ത് കണക്ട് ചെയ്ത് ഇട്ടാൽ മതി. അടുത്ത വീട്ടിലെ വൈഫൈ നമുക്ക് ഇവിടെയും കിട്ടും. അതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദൂരെ കാണുന്ന ആ ഒരു വീട്ടിലെ വൈഫൈയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. അതിനായി വേണ്ടത് ഒരു റൗട്ടറാണ് വേണ്ടത്. മോഡം അല്ല, റൗട്ടർ. നമ്മൾ ടെൻഡയുടെയാണ് യൂസ് ചെയ്യുന്നത്. ഈ വൈഫൈ ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. BSNL FTTH എന്ന് വെച്ചാൽ ഒരു കട്ട സിഗ്നൽ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് റേഞ്ച് കിട്ടാത്തതുകൊണ്ട് നമ്മളിത് കണക്ട് ചെയ്ത് എക്സ്റ്റൻഡറായിട്ട് യൂസ് ചെയ്യുന്നു. അതെങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു LAN കേബിളാണ് വേണ്ടത്, കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നോർമൽ അതിൻ്റെ കൂടെ കിട്ടുന്ന പവർ സപ്ലൈ ചെയ്തു. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ IP അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതടിച്ചാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കയറുന്നത്. ആദ്യം നമ്മൾ LAN കേബിൾ കമ്പ്യൂട്ടറിൻ്റെ RJ ഇതിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് മോഡത്തിൻ്റെ റൗട്ടറിൻ്റെ ഇതിൻ്റെ അകത്തും ബാക്കിൽ കണക്ട് ചെയ്യുക. LAN പോർട്ടിൽ കണക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു LAN പോർട്ട് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മോഡത്തിൻ്റെ ബാക്കിൽ കൊടുത്തേക്കുന്ന IP ആ നമ്പർ സെലക്ട് ചെയ്യുക. ഓരോ മോഡത്തിൻ്റെ ഓരോന്നായിരിക്കും. എന്നിട്ട് അതിൻ്റെ പാസ്വേഡ് മേടിച്ച് കയറി. നോർമലിൽ ഡിഫോൾട്ടായിട്ട് പാസ്വേഡോ അല്ല അഡ്മിനോ ഏതെങ്കിലും ആയിരിക്കും. അതിൻ്റെ അകത്ത് അഡ്വാൻസ് സെറ്റിംഗ് എടുത്ത് ഈ സെക്യൂരിറ്റിക്ക് എന്ന് വെച്ചാൽ വൈഫൈയുടെ പാസ്വേഡാണ്. അത് നമുക്കിഷ്ടമുള്ള എന്ത് പാസ്വേഡ് ഡിഫോൾട്ടായിട്ട് 1 2 3 അങ്ങനെ ഇതായിട്ട് കിടക്കും. നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് നമുക്ക് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് അഡ്വാൻസ് ഇപ്പം പാസ്വേഡ് റിസെറ്റ് ആയിട്ടുണ്ട്. ഇനി അഡ്വാൻസ് അതിൻ്റെ അകത്ത് കയറിയിട്ട് ഓരോ മോഡത്തിനും ഓരോ റൗട്ടറിനും ഓരോ ഇതായിരിക്കും. അതനുസരിച്ച് കയറി നോക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ പ്രൈമറി SSID എന്ന് വെച്ചാൽ വൈഫൈയുടെ പേര് നമുക്കിഷ്ടമുള്ള ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഏത് പേര് വേണമെങ്കിലും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. അത് നോർമൽ ആഡ് ചെയ്യുന്ന കണക്ക് അത് ആഡ് ചെയ്തതിന് ശേഷം അത് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ പാസ്വേഡും പേരും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നേരത്തെ കാണിച്ച BSNLൻ്റെ നമ്മൾ വൈഫൈ എക്സ്റ്റൻഡർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് യൂണിവേഴ്സൽ റിപ്പീറ്റർ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓപ്പൺ സ്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് വൈഫൈ സ്കാൻ ചെയ്ത് കാണിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് സിഗ്നലാണോ ഏത് ഇതാണോ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ BSNL FTTH എന്നുള്ള ആ ഒരു ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് ഈ കീന്ന് കൊടുത്തേക്കുന്നതിൻ്റെ അകത്ത് ആ വൈഫൈയുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അത് ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വൈഫൈ ഇതുമായിട്ട് കണക്റ്റ് ആയിക്കോളും. അത് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മളെ റൗട്ടർ റീബൂട്ട് ചെയ്യണം. അതിനൊരു കുറച്ച് സമയം എടുക്കും. റീബൂട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ പേജ് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആയി പോവുകയും നെറ്റ് കണക്റ്റ് ആവുകയും ചെയ്യും. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സാധാ കണക്ക് പാസ്വേഡ് അടിച്ച് കയറിയാൽ മാത്രം മതി. പിന്നെ മാക്സിമം സ്പീഡ് നമ്മളെ റൗട്ടറിൻ്റെ ഇതിൽ നിന്ന് LAN എടുത്ത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്താലേ ആ ഒരു ഇപ്പോൾ 50 Mbps പ്ലാൻ ആയതുകൊണ്ട് 50 Mbps നമുക്കത് LAN വഴിയിലേ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ വൈഫൈ വഴി നമുക്കൊരു 2.5 20 MB ആ ഒരു സ്പീഡ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ആയാലും മേളിലത്തെ നിലയിലോ താഴത്തെ നിലയിലോ റേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ എക്സ്റ്റൻഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫോണിൽ വൈഫൈ ഒന്ന് കണക്ട് ചെയ്തത് നമുക്ക് എത്ര സ്പീഡ് കിട്ടുമെന്ന് നോക്കാം. നമ്മളിപ്പോൾ കണക്ട് ചെയ്തേക്കുവാണ് ആ വൈഫൈയിൽ. മറ്റേ വൈഫൈ ആണ് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. സ്പീഡ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ രീതിയിലുള്ള. ഏകദേശം ഒരു 10-20-25 MB ഏകദേശം എന്ന് വെച്ചാൽ 2-2.5 MB വലിയ സ്പീഡ് നമുക്ക് ഡൗൺലോഡിങ് അപ്ലോഡിങ് ഒരു 3.5 ആ റേഞ്ച് കിട്ടും. നമ്മൾ LANൽ കണക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ കൊടുക്കുകയാണെങ്കിൽ മാക്സിമം സ്പീഡ് ഒരു 50 Mbps നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വൈഫൈയിൽ നമുക്ക് അത്രയും കിട്ടത്തില്ല ഈ ഒരു ഇതിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.